കേരള ക്രൈം ഫയൽസ് സീസൺ 2 കണ്ടിട്ട് കുറേ പേർക്ക് വരുന്ന ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ക്ലൈമാക്സ് എക്സ്പ്ലനേഷൻ. അപ്പോൾ അതിൽ വന്ന കമൻസ് ഒക്കെ നോക്കിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ സീരീസ് കാണാത്തവരുണ്ടെങ്കിൽ കാണാതിരിക്കാൻ ശ്രമിക്കുക ഈ ഒരു വീഡിയോ, കാരണം നല്ല സ്പോയിലർ ഉണ്ടാവും. അപ്പോൾ നേരെ പോയേക്കാം. ഈ ഒരു സീരീസിന്റെ മെയിൻ പ്ലോട്ട് തുടങ്ങുന്നത് ഇന്ദ്രൻസിന്റെ കഥാപാത്രത്തെ കാണാതാകാൻ തുടങ്ങുന്നത് തൊട്ടാണ്. അതിനുമുമ്പ് കുറച്ച് കാര്യങ്ങളുണ്ട്. മ്യൂസിയം തെഫ്റ്റ് കാണിക്കുന്നുണ്ട്, പിന്നെ അമ്പിളി അയ്യപ്പൻ എന്ന കഥാപാത്രത്തെ തേടി പോകുന്നതും കാണിക്കുന്നുണ്ട്. പിന്നെ അമ്പിളിയെക്കുറിച്ചുള്ള അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, മ്യൂസിയം തെഫ്റ്റ് സമയത്ത് ഒരു ഡോഗിനെ കൊണ്ടുവരുന്നുണ്ട്, ടെറിയെ. ഡോഗ് അവിടെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ആ ഡോഗിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെയാണ് അതിൻ്റെ ട്രെയിനേഴ്സും അവിടെ നിൽക്കുന്നത്. അതിലൊരു ട്രെയിനറാണ് ജെയ്സ്മോൻ. ഇനി അമ്പിളി എന്തിനാണ് ജെയ്സ്മോൻ കൊല്ലുന്നത്? ശരിക്കും അമ്പിളിക്ക് കുറച്ച് പൈസയ്ക്ക് ആവശ്യം വരുമ്പോൾ അയ്യപ്പനോടാണ് ചോദിക്കുന്നത്. പക്ഷെ അയ്യപ്പൻ എന്ത് ചെയ്യാനാണ്? അതിനു മുമ്പ് വേറൊരു കാര്യം നടക്കുന്നുണ്ട്. അന്ന് വന്ന ഡോഗ് ടെറി ഇപ്പോൾ ഡോഗ് ഷെൽട്ടറിലാണ്. ആ ഡോഗ് ഷെൽട്ടറിൻ്റെ ഡ്രൈവറാണ് അയ്യപ്പൻ. ഇപ്പോൾ ഡോഗിനെ എല്ലാം മറന്നു പോകുന്നൊരു അസുഖമാണ്, ട്രെയിനേഴ്സിനെ പോലും തിരിച്ചറിയുന്നില്ല. അതുകൊണ്ട് ടെറിയെ ഡോഗ് ഷെൽട്ടറിൽ തന്നെയാണ് താമസിപ്പിച്ചിരിക്കുന്നത്. ടെറിയെ നോക്കുന്ന ഡോക്ടർ ടെറിയുടെ വയറ്റിലായിട്ട് മ്യൂസിയത്തിൽ നിന്നും കാണാതായ ഒരു മോതിരം കണ്ടുപിടിക്കുന്നുണ്ട് എക്സ്റേ വഴി. ഡോക്ടർ എപ്പോഴും ഈ പുറത്തോട്ടൊക്കെ കൊണ്ടുപോകുന്നത് ഈ അയ്യപ്പനാണ് ടെസ്റ്റിനൊക്കെ ആയിട്ട്. ഈ ഡോഗുമായിട്ട് നല്ലൊരു സ്നേഹത്തിലായിരുന്നു ഈ അയ്യപ്പൻ എന്ന ക്യാരക്ടർ. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഈ മോതിരത്തിന്റെ കാര്യം അയ്യപ്പനോട് ഡോക്ടർ പറയുന്നത്. ഈ ഒരു കാര്യം അയ്യപ്പൻ അമ്പിളിയോട് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു കാര്യം വെച്ചാണ് അമ്പിളി അയ്യപ്പനോട് ഇനി നീ വിചാരിച്ചാലേ എന്തേലും നടക്കൂ എന്ന് പറയുന്നത്. പക്ഷെ ആദ്യം അയ്യപ്പന് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഒഴിഞ്ഞു മാറും. ടെറിയെ എന്തായാലും കൊല്ലേണ്ടി വരുമെന്ന് അയ്യപ്പൻ അറിയാം, അതുകൊണ്ടാണ് ഒഴിഞ്ഞു മാറിയത്. പക്ഷെ അമ്പിളിയുടെ നിർബന്ധവും പിന്നെ കൂടുതൽ പൈസ കിട്ടും എന്നോർത്ത് അത് ചെയ്യേണ്ടി വരികയാണ്. കഴിഞ്ഞ വീഡിയോയിൽ വന്നൊരു കമന്റാണ്, ആ റിങ്ങിന് അത്രയൊക്കെ പൈസ കിട്ടുമോ എന്ന്. കിട്ടും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്, കാരണം റെയർ ആൻറ്റിക് പീസാണ് ആ ഒരു മോതിരം. അപ്പം നല്ലൊരു എമൗണ്ട് കിട്ടുക തന്നെ ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും കാര്യങ്ങളാണ് അയ്യപ്പനും അമ്പിളിയും ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ജെയ്സ്മോനിലേക്ക് വരാം. ജെയ്സ്മോന് പെറ്റ്സിനോട് വല്ലാത്തൊരു അഫെക്ഷൻ ഉണ്ട്. പുള്ളിക്കാരൻ്റെ പണ്ടത്തെ സീൻസ് ഒക്കെ കാണിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ടെറിയുടെ ട്രെയിനർ ജെയ്സ്മോൻ, അങ്ങനെയാണ് പുള്ളിക്കാരൻ അറിയപ്പെടുന്നതും. അപ്പോൾ ടെറിയോടുള്ള അഫെക്ഷൻ എത്രയാകുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ ഒരാൾ ഒരു മോതിരത്തിന് വേണ്ടി ഇവർ ആ ഡോഗിനെ കൊന്നു കളഞ്ഞ് അറിഞ്ഞ ജെയ്സ്മോൻ പ്രതികരിക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഒരു ഡോഗിന് വേണ്ടി ഇങ്ങനെയൊക്കെ ആളുകൾ ചെയ്യുമോ എന്നൊരു ഡൗട്ട് എല്ലാവർക്കും വന്നേക്കാം. എക്സാമ്പിൾസ് നമ്മുടെ ചുറ്റും തന്നെ കാണും, ഒന്ന് നോക്കിയാൽ മതി. ആദ്യം അയ്യപ്പനെയാണ് കണ്ടുപിടിച്ചത്. അയ്യപ്പനിൽ നിന്നാണ് അമ്പിളിയുടെ കാര്യം അറിഞ്ഞത്. രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് തന്നെ ആയിരിക്കണം, എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടല്ല, അമ്പിളിയുടെ നിർബന്ധപ്രകാരമാണ് ടെറിയെ കൊന്നത് എന്ന് ചിലപ്പോൾ പറഞ്ഞും കാണും. അത് കഴിഞ്ഞായിരിക്കണം ജെയ്സ്മോൻ അമ്പിളിയെ തേടി ഇറങ്ങുന്നത്. പക്ഷേ അയ്യപ്പനെ തിരക്കി ഓൾറെഡി അമ്പിളി ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ആണ് ആ ഒരു കാറ് അമ്പിളി കാണുന്നത്, അയ്യപ്പന് മെസ്സേജ് വരുന്നത്. ഒരു പക്ഷേ ജെയ്സ്മോൻ അയ്യപ്പനെ കെട്ടിയിട്ട് എന്തെങ്കിലും ഫോട്ടോസോ വീഡിയോസോ കാണിച്ചിട്ടായിരിക്കാം അമ്പിളിയെ വണ്ടിയിൽ കയറ്റുന്നത്. അപ്പോൾ മേ ബി എല്ലാവർക്കും വരുന്ന ഒരു ഡൗട്ട് ആയിരിക്കും, എന്തിനാണ് ആ ഒരു ക്യാഷ് കൊടുക്കാൻ സമ്മതിക്കുന്നത്, ചുമ്മാ അങ്ങ് കൊണ്ടുപോയാൽ പോരെയെന്ന്. ഒരു പക്ഷേ കർണാടക പോലീസ് അമ്പിളിയെ ഫോളോ ചെയ്ത് വന്നാലോ എന്ന് ഓർത്തിട്ടായിരിക്കാം ആ ഒരു പൈസ കൊടുക്കാൻ സമ്മതിച്ചത്. പിന്നെ അവസാനത്തെ സീനിൽ നോബിൾ എന്തിനാണ് ചിരിച്ചുകൊണ്ട് പോകുന്നത്? എനിക്ക് തോന്നിയ കാര്യം എന്ന് പറയുന്നത്, നോബിളിന് ആദ്യം ഒരു വിഷമം ഉണ്ടായിരുന്നു. കാര്യം പോലീസുകാർ തന്നെ ക്രിയേറ്റ് ചെയ്ത തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ജെയ്സ്മോനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. മേ ബി നോബിളിന് തോന്നിക്കാണും ചിലപ്പോൾ ഇനി അഥവാ ഇവൻ നിരപരാധിയാണോ എന്നൊക്കെ. അതുകൊണ്ടിട്ടായിരിക്കും ആ ഒരു ഇഷ്ടമില്ലാത്ത പോലെയൊക്കെ നിൽക്കുന്നത്. ബട്ട് അവസാനം ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെയുള്ള പട്ടികൾ ജെയ്സ്മോനെ നോക്കി വാലാട്ടുന്നുണ്ട്. അപ്പോൾ അവിടെ ഇവർ CCTVയിൽ കണ്ട ഒരു ഡോഗും വരുന്നുണ്ട്. അപ്പോൾ ആണ് നോബിളിന് മനസ്സിലായത് അവർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നവൻ തന്നെയാണ് കറക്റ്റ് പ്രതി, കറക്റ്റ് ആളെ തന്നെയാണെന്ന് കിട്ടിയത്. അതുകൊണ്ടിട്ടായിരിക്കാം നോബിളിന്റെ ഫേസിൽ അങ്ങനെ ഒരു സ്മൈൽ വരുന്നത്. അപ്പോൾ ഏകദേശം എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതിൽ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിലോ ഡൗട്ട് ഉണ്ടെങ്കിലോ കമൻറ്റ് ചെയ്തേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.